പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബാധിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മളൊക്കെ ഒരു ഫിൽട്ടർ വെച്ചിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു തുടങ്ങി, എഴുതാൻ തുടങ്ങിയതാണ്. അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, പണ്ട് കാലത്ത് ഇന്ദ്രൻസ് എന്നുള്ളൊരു നടനെ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് അയാളെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെ? മുമ്പ് കൊടക്കമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കാസ്റ്റ് ചെയ്യുന്നത് മൂപ്പര് റോൾ എന്താ, വേറെ റോളൊന്നുമില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട്, അയാളുടെ ശരീര ഭാഷ വെച്ചിട്ട് മൂപ്പരെ കളിയാക്കാനാണ്, ഒരു സംശയമില്ല. അപ്പം ഇന്ന് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലെ ഇപ്പം ദിലീപിന്റെ ഒക്കെ ഒരുപാട് സിനിമകൾ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് വീണ്ടും വീണ്ടും കണ്ട് ചിരിച്ച സിനിമകൾ, കണ്ടിട്ടുള്ള തമാശകൾ നമ്മൾ പറയും. ഈ നിലവിളക്കല്ല കരിവിളക്കാണെന്ന് പറയുമ്പോൾ പണ്ട് ചിരിച്ചിരുന്നത് ഇന്ന് ചിരി വരാത്തതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് നല്ല രാഷ്ട്രീയമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ് തീർച്ചയായിട്ടും നല്ലതാണ്. എനിക്ക് തോന്നുന്നു അതിന് തക്ക രീതിയിലുള്ള നല്ല സിനിമകളും നല്ല സാഹിത്യവും അതിനനുസരിച്ച് മാറും, കാലത്തിനനുസരിച്ച് മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം 2007 നമ്മൾ ഒരുപാട് കണ്ട് വലിയ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ദിലീപിന്റെ ഒരു ഭയങ്കര വിപ്ലവം സൃഷ്ടിച്ച ഒരു സിനിമയുണ്ട്. ഏതായിരുന്നു? 2007 ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മള് മായാവതി 2007 മായാമോഹിനിക്ക് കുറച്ച് മുമ്പ് ചാന്ത് പൊട്ട്, അല്ലേ? അങ്ങനെ ഒരു സിനിമ ഇറങ്ങി നമ്മളൊക്കെ അത് വലിയ രീതിയിൽ ആഘോഷിച്ച സിനിമയാണ്. അത് ഭയങ്കര ശരിയാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ. ആ പേര് പറഞ്ഞ് ഒരുപാട് പേരെ കളിയാക്കി, അല്ലെ? അങ്ങനെയൊക്കെ നടന്നിരുന്ന ആൾക്കാരാണ്. അപ്പം ആ 2007 ചാന്ത് പൊട്ടിയിൽ നിന്ന് 2023 കാതൽ എന്ന സിനിമയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു, സമൂഹം മാറിക്കഴിഞ്ഞു. സോ അതൊരു വലിയ മാറ്റമാണ് കഴിഞ്ഞ 15 വർഷത്തിലുണ്ടായത്.